പുരാവസ്തു തട്ടിപ്പിൽ ബിനാമി നിക്ഷേപങ്ങൾ കണ്ടെത്താതെ ക്രൈംബ്രാഞ്ച്. മോൻസൺ മാവുങ്കലിന്റെ സാമ്പത്തിക തട്ടിപ്പുകളുടെ പങ്ക് പറ്റിയവർ ആരാണെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെയാണ് അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുന്നത്. പുരാവസ്തു തട്ടിപ്പിൽ 2 അനുബന്ധ കുറ്റപത്രങ്ങൾ കൂടി ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിരുന്നു. പുരാവസ്തു തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം ബിനാമി നിക്ഷേപങ്ങളാക്കിയെന്ന സൂചനകൾ ലഭിച്ചിട്ടും ആരുടെ പേരിലായിരുന്നു ബിനാമി ഇടപാടുകളെന്നും കോടികൾ എങ്ങോട്ടെല്ലാം മാറ്റിയെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടില്ല. 10 കോടി രൂപയാണ് മോൻസൺ മാവുങ്കൽ തട്ടിയെടുത്തതെന്ന് പണം നഷ്ടമായവർ പറയുമ്പോഴും ഇതിൽ ചെറിയ ശതമാനം തുകയ്ക്കുള്ള സമ്പാദ്യം പോലും മോൻസന്റേതും കുടുംബത്തിന്റേതുമായി കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. മോൻസൺ മാവുങ്കലിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള 1,88 ലക്ഷം രൂപയുടെ സ്വത്ത് ED താൽക്കാലികമായി കണ്ടുകെട്ടിയിരുന്നു. തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് വാങ്ങിയതായി കരുതുന്ന വീടും KSFE നിക്ഷേപങ്ങളുമായിരുന്നു കണ്ടുകെട്ടിയത്. 8 കോടിയോളം രൂപ എന്തു ചെയ്തു എന്നതിന് ഉത്തരം കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. നൽകിയ പണത്തിന്റെ സ്രോതസ് കാണിക്കാൻ പരാതിക്കാർക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. മോൻസന് നൽകിയ 10 കോടിയിൽ 2 കോടി 10 ലക്ഷം രൂപ ഒഴികെയുള്ളത് ഹവാല പണമാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ആരോപണം. പരാതിക്കാരുടെ പണം ഹവാല പണമാണെന്ന് പറയുമ്പോഴും മോൻസന്റെ കൈവശമെത്തിയ പണം എങ്ങനെയുള്ള നിക്ഷേപങ്ങളായി എന്നത് ക്രൈംബ്രാഞ്ചിന് വ്യക്തതയില്ല. രാഷ്ട്രീയ പോലീസ് ഉന്നതരുമായിട്ടായിരുന്നു മോൻസൺ മാവുങ്കലിന്റെ ഇടപാടുകൾ. പരാതിക്കാരിൽ നിന്ന് മോൻസൺ മാവുങ്കൽ തട്ടിയെടുത്ത മുഴുവൻ പണവും കണ്ടെത്താനാകാതെ ക്രൈംബ്രാഞ്ച് അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ബിനാമി നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ബാക്കിയാണ്. നേരത്തെ നൽകിയ കുറ്റപത്രത്തിലും അനുബന്ധ കുറ്റപത്രങ്ങളിലും മോൻസനാണ് 1-ാം പ്രതി. മുമ്പ് നൽകിയ കുറ്റപത്രത്തിൽ ഒന്നിൽ മുൻ DIG S സുരേന്ദ്രൻ, ഭാര്യ ബിന്ദുലേഖ എന്നിവരാണ് പ്രതികൾ. പിന്നീടുള്ള കുറ്റപത്രത്തിൽ IG G ലക്ഷ്മണിയും പ്രതിയാണ്. ആദ്യ കുറ്റപത്രത്തിലെ പ്രതിപട്ടികയിലാണ് KPCC പ്രസിഡന്റ് K സുധാകരനുള്ളത്. ജനം, കൊച്ചി.